ഒരു സൂരജിനെ പോലെ തന്നെ ഒരു നല്ലൊരു ഉറച്ചൊരു നിലപാടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ചിന്മയുടേത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാഹസ് മൂവിയിൽ ചിന്മയുടെ കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അത്രയുമായിട്ടുള്ള ഒരു ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു സിംഗറുടെ കൂടെ പാടുമ്പോഴത്തേക്കും ചിന്മയുടെ നിലപാടുകൾ തന്നെ അവർക്ക് അവരുടെ കരിയറിൽ തന്നെ ഒരുപാട് വിവേചനങ്ങൾ നേടാനായിട്ട് അങ്ങനെയൊക്കെയുള്ള കുറേ സംഗതിയിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു രീതി ഒരാളുടെ ഒരു പോസിറ്റീവ്നെസ് ഒക്കെ എത്രത്തോളം നമുക്കത് ഫീൽ ചെയ്തില്ല? ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോ പുതിയ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും ഒരു സ്ഥലത്തൊന്നുമല്ല റെക്കോർഡ് ചെയ്യുന്നത്, രണ്ടുപേരും രണ്ട് സമയത്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. അതിന് മുന്നേ തന്നെ 3 BHK എന്നൊരു തമിഴ് പടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. അപ്പം പാട്ടുകൾ ഒരുമിച്ച് പാടുന്നുണ്ട്. ഞങ്ങളങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യാനോ പാട്ടുകൾ ഒരുമിച്ചാണ് വരുന്നതെങ്കിലും പക്ഷെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരു കൊളാബറേഷൻ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കത് കൂടുതൽ അതിനെപ്പറ്റി എങ്ങനെയായിരുന്നു പുള്ളിക്കാരി എനിക്ക് നേരിട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. ഓഫ് കോഴ്സ് എല്ലാവരെയും പോലെ പുള്ളിക്കാരി നേരിട്ട വിവേചനങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയായിട്ടാണ് എനിക്ക് നമ്മളെല്ലാവരും അറിയുന്നത് പോലെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അത്രയും അധികം ഒരു ബാനൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടായിട്ട് ആ സമയത്തൊക്കെ അവർ അതിനെ പോരാടി തോൽപ്പിച്ചു. ഇപ്പോൾ വീണ്ടും ഒരു എന്താണ് തഗ് ലൈഫിലത്തെ പാട്ടിലൂടെ ഭയങ്കരമായിട്ട് വൈറലായി. ആ ഒരു മുത്തുമഴയിട്ട് എന്നുള്ള പാട്ടുകൾ പിന്നെയും ഭയങ്കരമായിട്ട് വൈറലായി. അപ്പോൾ എല്ലാവരും കൂടുതൽ സെർച്ച് ചെയ്ത് തുടങ്ങി വീണ്ടും എന്തുകൊണ്ട് ഇവരെ മാറ്റി നിർത്തി എന്നുള്ള ഒരു കാര്യമൊക്കെ ഒരുപാട് വീണ്ടും. അതൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അപ്പം പാട്രിയാർക്കെതിരെ സംസാരിക്കുന്നവർക്ക്, അതായത് സമൂഹത്തിൽ അനീതിക്കെതിരെ സംസാരിക്കുന്നവരെല്ലാവരെയും ഒതുക്കാൻ തന്നെയാണ് ഇവിടെ ഉള്ള ഒരു മെജോറിറ്റേറിയൻ വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ ഇതിനെപ്പറ്റി ബോധവാന്മാരാകുക, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് കാര്യത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ.